അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മളിവിടെ 7ാം ക്ലാസ്സിലെ ദുറൂസ് ലിസാൻ എന്ന വിഷയവുമായി പാദവാർഷിക ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം. ബോക്സിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ അടിയിലെ ക്വസ്റ്റ്യന് നേരെ ആൻസർ കറക്റ്റ് ആക്കണം. നബി ചര്യ ഇന്ന ആമിൻ തഖ്വൽ ഖുലൂബ്, സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ, പരിശുദ്ധനാണ്, പ്രീതിയും നേടാനുള്ളതാവണം, വിശുദ്ധ ഖുർആൻ. ഈ ഓപ്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് അടിയിലുള്ള ഓരോ വരിയിലായിട്ട് ഓരോന്നോരോന്നായിട്ട് എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മമൻ യുഅദ്ദിം ശആയിറല്ലാഹ്, അതിന്റെ കറക്റ്റ് നേരെ എന്താണ്? ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. ഒരായത്താണല്ലേ ഹദീസ്. രണ്ടാമത്തത് ആദരിക്കപ്പെടേണ്ടവിൽ ഏറെ പ്രധാനമായത് എന്താണ്? ആദരിക്കപ്പെടേണ്ടവിൽ ഏറെ പ്രധാനമായതാണ് എന്ത്? വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ വിശദീകരണമാണ് എന്ത്? നബിചര്യ അല്ലേ? 4 സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. 4ാമത്തെ ആൻസർ. 5ാമത്തത് അല്ലാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഓരോ ചലനവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും ബാക്കി എന്താണ് ആൻസർ? പ്രീതിയും നേടാനുള്ളതാവണം. അപ്പോൾ കംപ്ലീറ്റ് ആയി അല്ലേ? ഈ 6 ക്വസ്റ്റ്യന് കറക്റ്റുള്ള ആൻസർ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വ്യക്തമാക്കാം. വ്യക്തമാക്കുക പറഞ്ഞാൽ നമ്മൾ തന്ന ആ ഓപ്ഷൻസിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ കറക്റ്റാക്കി വ്യക്തമാക്കി പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, നബിമാരി എന്താണെന്നുള്ളതാണ് പറയേണ്ടത്. നബിമാർ ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ സ്വാലിഹുകൾ. സ്വാലിഹുകൾ പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തേതാണ് സ്വാലിഹുകൾ. സ്വാലിഹുകൾ എന്ന് പറഞ്ഞാല് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. നമ്മൾ 2ാം പാഠത്തിൽ പഠിച്ചിട്ടില്ലേ? സ്വാലിഹുകളും നബിമാരും ശുഹദാക്കളൊക്കെ. അപ്പം കറക്റ്റായില്ലേ? അടുത്ത ചോദ്യം, ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി പറയേണ്ടത് എന്താണെന്നാ? അത് ദിക്ർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത്, നമ്മൾ 2 വീതം എഴുതണം. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം, പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടത്. പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക. 1, ഭൗതിക സംസാരം ഒഴിവാക്കുക. 2 എണ്ണം വീതമാണ് എഴുതേണ്ടത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ. അത് 2 എണ്ണം വീതം എഴുതാനാണ്. 1, ഉയർന്ന സ്ഥലത്ത് വെക്കുക. 2, അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിശ്വാസപരമായ 2 ത്വരീഖത്തുകൾ. 1 അശ്അരി, 2 മാതുരീദി. 4ാമത്തെ ക്വസ്റ്റ്യന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. 1, അവൻ എല്ലാറ്റിലും മുഴുവനാണ്. 2, അവൻ സർവശക്തനും സർവജ്ഞാനിയുമാണ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഉത്തരം എഴുതാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം പറയുന്നത്, ഖുർആനിലും ഹദീസുകളിലും നിയമങ്ങൾ ക്രോഡീകരിച്ചത് ആരാണ്? അത് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ആണ് ക്രോഡീകരിച്ചത്. 2ാമത്തെ ക്വസ്റ്റ്യന്, അള്ളാഹുവിനെ അറിയാൻ എന്ത് നോക്കാനാണ് അള്ളാഹു ആഹ്വാനം ചെയ്തത്? തന്നെ അറിയാൻ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ
അള്ളാഹു ആഹ്വാനം ചെയ്തു. ചോദ്യം: നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവും എപ്പോൾ? അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. നാലാമത്തെ ക്വസ്റ്റ്യൻ: 4 മദ്ഹബുകൾ ഏതാണ്? 4 മദ്ഹബുകൾ എന്നാൽ ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി. അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തത്: ഭക്ഷണം കഴിച്ചാൽ നബി ചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും നബി ചര്യയിൽ പെട്ടതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: എന്ത് പറയണം? 1. നബിമാരുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം? നബിമാരുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? അലൈഹിസ്സലാം. 2. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോഴോ? റളിയല്ലാഹു അൻഹു. 3. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യന് പൂരിപ്പിക്കാം. സലാസും മൻ ഡാഷ് ഫീഹി വജദ ഡാഷ് അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. നമ്മൾ 1ാം ചാപ്റ്ററിൽ പഠിച്ച ആ ഹദീസാണ്. എന്താ കറക്റ്റിന്? സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാനി അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അതാണ് അതിൻ്റെ ശരിക്കുള്ള ആൻസർ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കണം. അടുത്ത വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.